Hello dear children, today we are going to learn a new lesson, that is logo, an introduction to a computer language. Okay, what is that? Logo, L-O-G-O, that is called logo. This is a short form of logical oriented, graphic oriented. An introduction to a computer language is there. The higher classes also you have this language. Okay, so all of you know that people share their ideas. We communicate with each other through a language, isn't it? ഒരു മീഡിയം എന്താണ്, നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഐഡിയാസ് എങ്ങനെയാണ് മറ്റുള്ളവർ പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ എ ലാംഗ്വേജ്, അല്ലേ? സോ ഹൗ ഡു വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് each other through a language? Maybe English, Hindi, Malayalam, mother tongue, or many other languages are there. Okay, so similarly, how do we communicate with the computers? നമ്മൾ കമ്പ്യൂട്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് എ ലാംഗ്വേജ്, ഇസ്ൻ്റ് ഇറ്റ്? അങ്ങനത്തെ ഒരു ലാംഗ്വേജാണ് എന്താ? വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടർ ത്രൂ ദെയർ ലാംഗ്വേജസ്. സോ കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടർ ടു വിത്ത് കമ്പ്യൂട്ടറിന് പ്രത്യേക ഒരു ലാംഗ്വേജ് ഉണ്ട്. ലാംഗ്വേജ് യൂസ് ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിനാണ് നമ്മൾ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ലാംഗ്വേജാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ലോഗോ ഈസ് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ഓക്കെ, കമ്പ്യൂട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ, കമ്പ്യൂട്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വീണയുടെ ലാംഗ്വേജ്. കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് നമ്മുടെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നീഡ് ഒരു ലാംഗ്വേജ് ആവശ്യമാണ്. അതിനാണ് നമ്മൾ പറയുന്നത് ഒരു ലാംഗ്വേജാണ് ലോഗോ. മെനി ലാംഗ്വേജസ് ആർ ദെയർ. ഹയർ ക്ലാസ്സിൽ വേറെ ലാംഗ്വേജസ് ഒക്കെ പഠിക്കും. നിങ്ങളെ ചിൽഡ്രൻസ് ലാംഗ്വേജാണ് എന്താ? സോ ലോഗോ ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എസ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ചിൽഡ്രൻ. ഇറ്റ്സ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എസ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ചിൽഡ്രൻ. സോ വൺ ക്യാൻ ഡ്രോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, നിങ്ങൾക്ക് ഡ്രോയിങ് ആണ് ഇതിനകത്ത് കൂടുതൽ വരുന്നത്. One can draw different types of figures with the movement of logo turtle. ഒരു ലോഗോ ടർട്ടിൽ ഉണ്ട്. ടർട്ടിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രോയിങ്സ് വി ക്യാൻ ഡു ഡിഫറെൻറ്റ് ഡ്രോയിങ്സ്. ഓക്കെ, let us see. You know that a computer is a machine, it's an electronic machine. It's an electronic machine. Like we have already learned in the standard 2 and this standard 3 also. Okay, it's an electronic machine. Okay, it doesn't understand the language that we are talking. നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജോ മലയാളമോ അല്ലെങ്കിൽ any other languages the computer does not understand. So to communicate with the computer, then we need they must learn its language. We must communicate with the computer with their own their computer language. Okay, different computer languages are such as logo, basic, Pascal. Okay, logo, basic, Pascal, Fortran, C++, Java, etc. സോ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഏതൊക്കെയാണ് കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് ലാംഗ്വേജസിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. ലോഗോ ഈസ് എ ലാംഗ്വേജ്, ബേസിക് ഈസ് അനദർ കമ്പ്യൂട്ടർ ലാംഗ്വേജ്, പാസ്കൽ, ഫോർട്രാൻ, C++, ജാവ, എക്സെട്ര. വേറെ മെനി മോർ ലാംഗ്വേജസ് ആർ ദെയർ. ഒരു കുറേ എക്സാമ്പിൾ മാത്രം ഇതിനകത്ത് കൊടുത്തേക്കുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. Okay, so in this chapter we will be learning the logo. നിങ്ങൾ for children language ആയതുകൊണ്ട് it is for you to study. Logo is one of the easiest and simplest computer programming language. സിംപ്ലസ്റ്റ്, നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് എന്താണ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജാണ് ലോഗോ. ഓക്കെ,
can draw different types of geometrical figures. Those are drawn by joining straight lines. You can also solve mathematical problems, or even you can write messages on the screen. സോ അതാണ് ഇത്രയും യൂസാണ് ഈ ലോഗോ ലാംഗ്വേജ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ നമുക്കറിയാം റെക്റ്റാങ്കിൾ അങ്ങനെയൊക്കെയുള്ള ട്രയാങ്കിൾ യു ക്യാൻ ഡ്രോ ലൈക്ക് ദാറ്റ്സ് ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഡ്രോയിങ്സ് ഉണ്ടാക്കുന്നത് ലോഗോ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ലോഗോ ലാംഗ്വേജ് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലാംഗ്വേജാണ്. അപ്പോൾ ഒന്നുള്ള കമാൻഡ്സ് എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ, അതിന് നമ്മൾ പ്രിമിറ്റീവ്സ് ഒക്കെ എന്നൊക്കെ പറയും. So we will be coming to that. Okay, so logo language of graphic oriented എന്നും പറയാറുണ്ട്. രണ്ട് ടൈപ്പ് ലോഗോയ്ക്ക് രണ്ട് ഫുൾ ഫോംസ് ഉണ്ട് അല്ലേ. ഇറ്റ്സ് എ ഷോർട്ട് ഫോം ഓഫ് ലോഗോയുടെ ഫുൾ ഫോം എന്താണ്? ലാംഗ്വേജ് ഓഫ് ഗ്രാഫിക് ഓറിയൻറ്റഡ് ഓർ ലാംഗ്വേജ് ഓറിയൻറ്റഡ് ഗ്രാഫിക് ഓറിയൻറ്റഡ് അല്ലേ. ലാംഗ്വേജ് ഓറിയൻറ്റഡ് ഗ്രാഫിക് ഓറിയൻറ്റഡ് ലോഗോ ഈസ് അവൈലബിൾ ഇൻ 2 ഡിഫറെൻറ്റ് വേർഷൻസ്. രണ്ട് വേർഷൻസ് ഉണ്ട്, ടൈപ്പ് ഉണ്ട്. രണ്ട് PC ലോഗോ ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഫോമാണ്, വേർഷനാണ് PC ലോഗോ എന്ന് പറയുന്നത്. നൗ ഈസ് MSW ലോഗോ. ഇറ്റ്സ് ദ ലേറ്റസ്റ്റ് വേർഷൻ. ഇറ്റ് വർക്ക്സ് ഓൺ ദ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ആ MSW ലോഗോ വർക്ക് ചെയ്യുന്നത്. മറ്റേ ഡോസ് ബേസ്ഡാണ്, നിങ്ങൾ പഠിക്കത്തില്ല. അത് നേരത്തെ ഉള്ള വേർഷനാണ്. ദിസ് എ ന്യൂ വേർഷൻ. വിൻഡോ ബേസ്ഡ് എന്ന് പറയുന്നത് മൗസൊക്കെ യൂസ് ചെയ്തിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വിൻഡോ ബേസ്ഡ് അല്ലേ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ടിങ് വിത്ത് ദ MSW ലോഗോ. In this lesson we have to study about the MSW logo. Okay, so you Windows 8 or Windows 7 ആണ് വിൻഡോസിൻ്റെ നമുക്കറിയാം. വിൻഡോസ് യൂസ് ചെയ്യുന്ന Windows 8 is the version that we are using here. Windows 8 introduces a new feature of that opens with a start screen is there. You can click the desktop app that opens the default desktop. A desktop app will be there. I will double click ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദിസ് അതിനകത്ത് ടു ഓപ്പൺ MSW ലോഗോ. അപ്പം നമുക്ക് വിൻഡോസ് ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Windows 8. ഓക്കെ, സോ MSW ലോഗോ യു ക്യാൻ ഹൗ ടു ടേക്ക് ദ MSW, നമ്മൾ എങ്ങനെയാണ് MSW ലോഗോ എടുക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ടു ഓപ്പൺ MSW, ക്ലിക്ക് ഷോർട്ട് കട്ട് MSW ലോഗോ. അപ്പം അതിൻ്റെ ഷോർട്ട് കട്ട് കാണും, MSW ലോഗോയുടെ ഐക്കൺ കാണും. ഈ പ്രസൻറ്റ് ഓൺ ഡെസ്ക്ടോപ്പ്, ചിലപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് എടുത്തിട്ട് ഡെസ്ക്ടോപ്പിൽ കാണും MSW ലോഗോ. ക്ലിക്ക് MSW ലോഗോ ആപ്പ് ദാറ്റ് അവൈലബിൾ ഓൺ ദ സ്ക്രീൻ, സ്റ്റാർട്ട് സ്ക്രീൻ കാണും. ദെൻ ഇത് MSW സ്ക്രീൻ, വെൻ യു ഡബിൾ ക്ലിക്ക് ഓൺ ദിസ് ആപ്പ് ദാറ്റ് ഈസ് MSW ലോഗോ എടുക്കുമ്പം അതിൻ്റെ സ്ക്രീൻ വിൽ ബി ലൈക്ക് ദിസ്. ലോഗോ സ്ക്രീൻ അപ്പിയേഴ്സ് ആർ ഷോൺ. സെയിം മെയിൻ സ്ക്രീൻ ആൻഡ് ലോഗോ ടർട്ടിൽ മെയിൻ സ്ക്രീനാണിത്. അതിൽ നമുക്ക് ആദ്യമേ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഒരു ആരോ മാർക്കാണ് ഇതിൻ്റെ മൗസിൻ്റെ അല്ലേ. ബട്ട് ദിസ് ഈസ് ദ ടർട്ടിൽ. ആരോയുടെ പകുതിയേ ഉള്ളൂ. ആരോ മാർക്ക് എങ്ങനെ ഇരിക്കുന്നത്? ആരോ എങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ആരോയുടെ പകുതി. Okay, then so commander window is there and control buttons are there. This is the commander window. Main screen, logo turtle is there on the center. That is home is in home position എന്ന് പറയുന്നത് എന്താണ്? turtle is on centerലായിരിക്കും, ഒരു ആരോയുടെ പകുതി ഭാഗം മാത്രം. Then logo screen is basically divided into 2 sections, main screen and commander window. Main screen and commander window. Okay, what is main screen? It shows the shortcut of the program or commands. Turtle is to draw the figures. Turtle ആണ് നമ്മൾ ടർട്ടിൽ എന്നാണ് ഇതിന് പറയുന്നതാണ്. ടർട്ടിൽ ലോഗോ ടർട്ടിൽ എന്നാണ്, TURTL ടർട്ടിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ലോഗോ ടർട്ടിൽ. നമ്മൾ ആരോ എന്നല്ല പറയുന്നത്, അല്ല പോയിൻ്റ് എന്നല്ല നമ്മൾ പറയുന്നത്, ടർട്ടിൽ.
So it contains a turtle, the type of text, and you can commands are used to draw the figures. We can give the commands through the on the main screen. So the commander window. The window is used to give commands. Commander window is used to give commands on to logo. It's further divided into two parts: the recall list box and command input box. Recall list ഉണ്ട്, the command window box ഉണ്ടാവും. ഓക്കെ, എന്താണ് റീകോൾ ലിസ്റ്റ് ആണ്. ഇനി റീകോൾ ലിസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ബോക്സ് ഈസ് യൂസ്ഡ് ടു കീപ് ദ ഇൻസ്ട്രക്ഷൻസ് ടൈപ്പ് ഇൻ ദ input box. So this is the recall list is used to keep the instruction that we are giving in the computer നമുക്ക് input box-നകത്ത് കാണും. To view the and next is to view the command that goes out of view in the input box. It can be done by clicking the scroll bar. Scroll bar press ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കൊടുത്ത കമാൻഡ്സ് എല്ലാം കാണാൻ പറ്റും. That is the recall list box. This is the recall list box. കമാൻഡർ വിൻഡോയിലെ റീകോൾ ലിസ്റ്റ് ബോക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ലേറ്റസ്റ്റ് ജസ്റ്റ് റിവൈൻഡ്. മെയിൻ സ്ക്രീൻ, logo turtle, commander window and control button is there. Commander window is main screen is there. Main screen എന്തൊക്കെയുണ്ട്, ടൈം സർച്ചിൽ is there on the center and the input box എന്താ, commander window input box is there and input box എന്തൊക്കെയുണ്ട്, recall list and commander input box. ഓക്കെ, റീകോൾ ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിനൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ദിസ് ഈസ് യൂസ്ഡ്. ഓക്കെ, then command input box കൂടെ നമുക്ക് നോക്കാം. command input box എന്താ, this box is used to type all the commands. എല്ലാ കമാൻഡ്സും ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസിക്കുന്ന കമാൻഡ് ഇൻപുട്ട് ബോക്സ്. To execute the command by clicking on the execute button. This is the എന്താണ് കമാൻഡ് ഇൻപുട്ട് ബോക്സ് ഇസ് ദേ. ഇവിടെ നമ്മൾ കമാൻഡ് കൊടുക്കാൻ എൻ്റർ കീ പ്രസ് ചെയ്താൽ എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് the command. Okay, this is the command window and again the recall list and input command input box.